നമസ്കാരം. ADGP MR അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്രയിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്ത് പമ്പ പോലീസ്. ഹൈക്കോടതിയിൽ നിന്നും MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രയ്ക്കെതിരെ രൂക്ഷ പ്രതികരണങ്ങൾ വന്നിരുന്നു. ഇതിനിടയിലാണ് കേസെടുത്തത്. ശബരിമല ദർശനത്തിനെത്തിയപ്പോഴാണ് നിയമം ലംഘിച്ച് ADGP ട്രാക്ടർ യാത്ര നടത്തിയത്. എന്നാൽ ഡ്രൈവർ മാത്രമാണ് പോലീസ് കേസിൽ പ്രതി. ഈ വിഷയത്തിൽ പത്തനംതിട്ട പോലീസ് മേധാവിയുടെ ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിലാണ് ശബരിമലയിലെ വിവാദ ട്രാക്ടർ യാത്രയിൽ പോലീസ് കേസെടുക്കുന്നത്. ഹൈക്കോടതിയിൽ കേസെടുത്തിട്ടുണ്ടെന്ന് അറിയിക്കാനാണ് ഇതെല്ലാം. KL01 CN 3056 എന്ന നമ്പറുള്ള ട്രാക്ടറിന്റെ ഡ്രൈവറാണ് പ്രതി. സ്വമേധയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡ്രൈവറുടെ പേരും FIR-ലില്ല. ADGP-യെക്കുറിച്ചും പരാമർശിക്കുന്നില്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പമ്പ സന്നിധാനം പാതയിൽ ചരക്ക് കയറ്റി കൊണ്ടുപോകുന്നതിന് മാത്രം അനുമതിയുള്ള ട്രാക്ടറിൽ ആളുകളെ കൊണ്ടുപോകുന്നത് നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെ 12-ാം തീയതി 3 ആൾക്കാരെ കയറ്റി മനുഷ്യജീവൻ ആപത്ത് വരത്തക്ക വിധം സന്നിധാനത്തേക്ക് പോയി. 13-ന് ഉച്ചയ്ക്ക് 2 പേരെ കയറ്റി പമ്പയിലേക്ക് വന്നു. CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണെന്നും FIR-ൽ പറയുന്നു. പോലീസ് ട്രാക്ടറാണ് ഇതെന്ന കാര്യം FIR-ൽ പറയുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പമ്പ ഇൻസ്പെക്ടർ CK മനോജാണ് കേസെടുത്തത്. ഇതോടെ അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര പോലീസും സ്ഥിരീകരിക്കുകയാണ്. എന്നാൽ അജിത് കുമാറിന്റെ പേര് പറയുന്നുമില്ല. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ട്രാക്ടർ യാത്ര നടത്തിയ ADGP MR അജിത് കുമാർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തിയിരുന്നു. ട്രാക്ടർ യാത്ര വിവാദമായതിനെ തുടർന്ന് ഹൈക്കോടതിക്ക് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകുകയായിരുന്നു. നവഗ്രഹ പ്രതിഷ്ഠയ്ക്കായി ശബരിമല നട തുറന്നപ്പോഴാണ് ADGP ദർശനത്തിനായി എത്തിയത്. ഈ മാസം 12-ന് സന്നിധാനത്തേക്ക് പോലീസിന്റെ ട്രാക്ടറിൽ പോയ MR അജിത് കുമാർ 13-ന് രാവിലെ തിരിച്ചിറങ്ങിയതും ട്രാക്ടറിൽ തന്നെയാണ്. ഇക്കാര്യത്തിൽ ദേവസ്വം വിജിലൻസിനോട് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് തേടിയിരുന്നു. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ ആളെ കയറ്റാൻ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവുള്ളപ്പോഴാണ് ADGP അത് ലംഘിച്ച് മല കയറിയത്. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. മുമ്പും ശബരിമലയിൽ എത്തുമ്പോൾ ADGP സമാന രീതിയിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. പമ്പ സന്നിധാനം റൂട്ടിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നും ഡ്രൈവർ അല്ലാതെ മറ്റൊരാളും അതിലുണ്ടാകാൻ പാടില്ലെന്നും 12 വർഷം മുമ്പ് ഹൈക്കോടതി വിധിച്ചതാണ്. വൈകിട്ട് 6 മണിയോടെയാണ് ADGP പമ്പയിലെത്തിയത്. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത ശേഷം അദ്ദേഹം സ്വാമി അയ്യപ്പൻ റോഡ് വഴി കുറച്ച് ദൂരം നടന്നു. ഈ റോഡിനെ മുറിച്ചു കടക്കുന്ന ചെറിയ അരുവി കഴിഞ്ഞ് 1-ാം വളവിന് അടുത്ത് വെച്ചാണ് പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിലേക്ക് കയറിയത്. ഇവിടെ നിന്ന് സന്നിധാനം വരെയുള്ള ഭാഗത്ത് CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലായിരുന്നു എന്ന സൂചനകളും ഉണ്ടായിരുന്നു. എന്നാൽ CCTV-യിൽ യാത്രയുണ്ടെന്നാണ് പോലീസ് FIR. സന്നിധാനത്ത് U-ടേണിന് മുമ്പ് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ട്രാക്ടർ നിർത്തി. അവിടെ ADGP ഇറങ്ങി. പിന്നീട് നടന്നാണ് പോയത്. U-ടേൺ മുതൽ ദേവസ്വം ബോർഡിന്റെ CCTV ക്യാമറയുണ്ട്. ഞായറാഴ്ച നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ADGP വൈകിട്ടോടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലത്തെത്തി ട്രാക്ടറിൽ പമ്പയിലേക്ക് തിരിച്ചു. സ്വാമി അയ്യപ്പൻ റോഡിൽ 1-ാം വളവിൽ തന്നെ വന്നിറങ്ങി പമ്പയിലേക്ക് നടന്നു. ADGP-യുടെ ട്രാക്ടർ യാത്രയുടെ ഫോട്ടോ ഒരാൾ എടുത്തതാണ് വിഷയം ഹൈക്കോടതി വരെ എത്തിക്കാനിടയായത്. സ്പെഷ്യൽ കമ്മീഷണർക്ക് രഹസ്യമായി ഫോട്ടോ അയച്ചു കൊടുത്തു എന്നാണ് വിവരം. CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കാനാണ് കയറാനും ഇറങ്ങാനും നിശ്ചിത സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തതെന്നാണ് സൂചന. അയ്യപ്പന്മാരെ കസേരയിലിരുത്തി ചുമന്ന സന്നിധാനത്തെത്തിക്കുന്ന ഡോളി തൊഴിലാളികളാണ് ട്രാക്ടറുകളിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് 12 വർഷം മുമ്പ് ഹൈക്കോടതിയിൽ ഹർജിയായി ചോദ്യം ചെയ്തത്. പണം വാങ്ങി സ്വാമിമാരെ കൊണ്ടുപോകുന്നത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുന്നു എന്നായിരുന്നു അവരുടെ വാദം. ട്രാക്ടർ യാത്ര വാഹനമല്ലാത്തതും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു.